ക്യാൻവയിൽ ഈ രണ്ട് ഫ്രെയിമുകളുടെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതിൽ ബോർഡർ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ ഇവിടെ ഇതിനൊരു പച്ച ലൈൻ ബോർഡറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രെയിമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ്. നമ്മളിവിടെ എലമെൻറ്റ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫ്രെയിം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഫ്രെയിമുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫ്രെയിമുകളിൽ ചിലതിന് ഇങ്ങനെ നമുക്ക് ബോർഡറുകൾ കാണാം, എന്നാൽ മറ്റു ചിലതിന് ഇങ്ങനെ ബോർഡറുകൾ കാണാൻ സാധിക്കില്ല. അതിൻ്റെ രണ്ടിൻ്റെയും ചില പ്രത്യേകതകളെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഫ്രെയിമിലേക്ക് നമുക്കൊരു ഫോട്ടോ കൊണ്ടുവരാം. അതിനായി ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം റീപ്ലേസ് എന്നുള്ള ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോട്ടോ സെലക്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ഉള്ള ഫോട്ടോ ആണെങ്കിൽ അതിനെ നേരെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ആ ഫ്രെയിമിനുള്ളിലേക്ക് വെക്കാം. ഇനിയിപ്പോൾ ആ ഫ്രെയിമിൽ എന്തെങ്കിലും അഡ്ജസ്റ്റുകൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ ഫോട്ടോ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. ഇനി ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ കളർ ആഡ് ചെയ്യുകയാണെങ്കിൽ നിലവിലുള്ള ഫോട്ടോ പോയതിന് ശേഷം പുതിയൊരു കളറാണ് വരിക. ഓക്കെ, ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പറയാം. സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റൈൽ എന്നതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോർഡറിനെ വെയിറ്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ബോർഡർ പല രൂപത്തിലുള്ള ബോർഡറുകൾ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ബോർഡർ വേണ്ടെങ്കിൽ ബോർഡർ വേണ്ട എന്നുള്ളത് വെക്കാൻ സാധിക്കും. മറ്റൊരു പ്രത്യേകത, ഈ കോർണറിനെ ഇങ്ങനെ റൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ കോർണർ റൗണ്ടിങ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കോർണറുകൾ റൗണ്ടായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫെസിലിറ്റി ഉള്ളത് ഈ ബോർഡർ ഇല്ലാത്ത ഈ ഫ്രെയിമുകൾക്കാണ്. അതേസമയത്ത് ബോർഡർ ഉള്ള ഫ്രെയിമുകളുടെ പ്രത്യേകതയിൽ നമുക്ക് ഈ റൗണ്ട് കോർണറിങ് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അത് നമുക്ക് പ്രത്യേകമായിട്ട് പിന്നീട് ചെയ്യാനൊന്നും സാധിക്കില്ല. പക്ഷേ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഫസ്റ്റത്തെ കേസിൽ ഞാനിവിടെ ആ ആളെ സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ എഫക്ട്സ് എടുത്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വിചാരിക്കാം. അവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവുന്നു. പക്ഷേ അവിടെ പ്രത്യേക കളർ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. മറ്റൊരു കളർ ആഡ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് മുകളിൽ ഒരു കളറായിട്ട് വരികയാണ് ചെയ്യുന്നത്. അതേസമയത്ത് ഈ രണ്ടാമത്തെ ഫ്രെയിമിൽ നമുക്കൊരു ഫോട്ടോ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എഫക്ട്സിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നു. ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കളർ എന്നുള്ളത് ഫസ്റ്റത്തെ കളർ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് നമുക്കിഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്കതിന് കൊടുക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ സെലക്ട് ചെയ്ത് രണ്ടാമത്തെ കളറിൽ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിഷ്ടമുള്ള ബോർഡർ ലൈനും അതിന് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ഫ്രെയിമുകളുടെയും പ്രത്യേകതകൾ മനസ്സിലായല്ലോ. ഇനി നമുക്കൊരു ഇതും കൂടി കൊണ്ടുവരാം. ഞാനിതിനെ ഡിറ്റാച്ച് ചെയ്യുന്നു. ഇവിടെ പോയി കഴിഞ്ഞാൽ ഡിറ്റാച്ച് ഇമേജിനെ ഞാൻ പുറത്തെടുക്കുന്നു. അതിനുശേഷം മറ്റൊരു എലമെൻറ്റ്സിൽ പോയിട്ട് മറ്റൊരു ഫ്രെയിം ഇതേപോലെ നമുക്ക് കൊണ്ടുവരാം. ഇവിടെ നോക്കുക, ചെറിയ റൗണ്ട് ഷേപ്പ് ഇവിടെ കാണുന്നു. ഈ റൗണ്ടിൻ്റെ ചുറ്റും ഒരു വൈറ്റ് ലൈൻ നമുക്ക് കാണാം. അതുകൊണ്ട് ഇതിൽ ഫോട്ടോ ഉൾപ്പെടുത്തി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് അതിനർത്ഥം. അത് ഞാനിങ്ങനെ സെലക്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ എന്ത് ചെയ്യാം, ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നൽകാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.